ആദായ നികുതിയിൽ നൽകിയ ഇളവിന് പുറമെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യം നേരിടുന്നത് ഒന്ന് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളുമൊക്കെയാണ്. ഇവർക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് ബജറ്റിലുള്ളത്? കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡിലെ 3 ലക്ഷം എന്നുള്ള ഒരു വായ്പ 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ധനധാന്യ യോജന, ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന കാര്യം, ധാന്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകും എന്നൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ കർഷകർക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു താങ്ങുവില നിയമപരമാക്കണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ട് അവരുടെ സമരം ഇപ്പോൾ 80 ദിവസമായിരിക്കുകയാണ്. രണ്ടാം ഘട്ട സമരമാണ് 80 ദിവസമായിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഉറപ്പുകളും കർഷക സംഘടനകൾക്ക് കൊടുക്കാനോ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനോ അവരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു നേരത്തെ നരേന്ദ്രമോദി ഉറപ്പു പറഞ്ഞിരുന്നത്. ആ തരത്തിലുള്ള ഒരു തീരുമാനവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. എന്തായാലും ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്, ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം എന്നാണ് പ്രധാനമന്ത്രി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം വരുന്നത് സുമോദ്? പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുടെ പ്രധാനമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഒരു ആനുകൂല്യം നൽകുന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ പല ആളുകൾക്കും ഇത്ര വരുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നതുമായ വസ്തുത. കാരണം തൊഴിലുറപ്പ് പദ്ധതിക്ക് കുറച്ചുകൂടി കൂടുതൽ തുക വകയിരുത്തുമെന്ന് കരുതിയിരുന്നു. ആ തരത്തിലുള്ളൊരു വകയിരുത്തൽ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ റബ്ബർ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാവുന്ന രീതിയിൽ റബ്ബറിന്റെ വില ഉയർത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. അങ്ങനെ കർഷകർക്ക് ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അവരുടെ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ആ തരത്തിൽ പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഒരു നിരാശ നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണെന്നാണ് പ്രതിപക്ഷ എംപിമാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, സ്ത്രീകളുടെ ഉന്നമനത്തിന്, തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനൊക്കെ പ്രത്യേക പ്രഖ്യാപനങ്ങളുണ്ടോ ബജറ്റിൽ? പട്ടികജാതി പട്ടികവർഗത്തെ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്ക് ആദ്യത്തെ സംരംഭമായി തുടങ്ങുന്ന പദ്ധതികൾക്ക് 2 കോടി രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വലിയൊരു മേന്മയായിട്ട് തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇതുകൂടാതെ ടൂറിസം രംഗത്ത് വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ഒരു കളമൊരുക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതികൾ തന്നെയാണ്. ഒരു 50 ഡെസ്റ്റിനേഷൻ തയ്യാറാക്കിയതിനു ശേഷം അവിടെ കേന്ദ്ര സർക്കാർ തന്നെ മുതൽ മുടക്കും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ നൽകുന്ന, അതായത് നേരത്തെ ഏതെങ്കിലും കച്ചവടം, ഏതെങ്കിലും വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് മുദ്രാ ലോൺ നൽകിക്കൊണ്ടിരുന്നത്. ഈ സർവീസ് സെക്ടറിൽ മുദ്രാ ലോൺ അനുവദിച്ചിരുന്നത് വളരെ കുറവായിരുന്നു. ആ ഹോം സ്റ്റേക്ക് പോലും മുദ്രാ ലോൺ അനുവദിച്ചു എന്നുള്ളത് വലിയ ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ആഹ്ലാദം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇത് എത്ര ശതമാനം പേരിലേക്ക് മാത്രമാണ് ഇത് എത്തുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ വളരെ തുച്ഛമായ രീതിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതേസമയം ഈ കർഷകർക്ക് അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ ചെറുകിട സംരംഭകരെ ഒരു കൈപിടിച്ച് ഉയർത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ എംപിമാർ പങ്കുവയ്ക്കുന്നത്.